എത്ര ലോഡാണ് നേന്ത്രക്കൊലകൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്നത്. അപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം വിപണനം ചെയ്യാനുള്ള സാഹചര്യങ്ങളോ അതിന് സൗകര്യങ്ങളില്ല. 2 വർഷം മുമ്പ് വരെ നെൽകൃഷി അത്യാവശ്യം ലാഭത്തിൽ പോയിരുന്നു, നഷ്ടമില്ലാതെ പോയിരുന്നു. 2 വർഷമായിട്ട് ഫുള്ള് നഷ്ടമാണ്. അത് 22ആയി 18ആയപ്പം ഈ വർഷം ഞാൻ നിർത്തി. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്നത്തെ കൃഷിക്കാരൻ്റെ അവസ്ഥയെപ്പറ്റി നമ്മുടെ ഇന്നത്തെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകളെയും നമ്മുടെ വ്യാപാരി സമൂഹത്തെയും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം നമ്മുടെ കൃഷിക്കാരൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം ഒന്നുകൊണ്ടല്ല, നമ്മൾ ധാരാളം സബ്സിഡികളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മളെ കാർഷിക മേഖലയെ ഉണർത്താൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ കൃഷിക്കാരൻ്റെ പക്കലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല, നമ്മൾ ഇന്നിപ്പോൾ കൃഷിക്കാരന് സബ്സിഡി കൊടുത്തുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. സബ്സിഡി തന്നെ നിർത്തിക്കളയണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇന്നിപ്പോൾ നമുക്കറിയാം, ഇന്ന് ഒരു നേന്ത്രക്കൊല നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നത് സാധാരണക്കാരന് 15-20 രൂപയാണ്. അപ്പോൾ നമ്മൾ 20 രൂപയ്ക്ക് ഒരു വാഴക്കൊല കൊടുത്തിട്ട് അതിന് സബ്സിഡി ഇട്ടിട്ട് കാര്യമില്ല. അതിന് പകരം നമുക്ക് വില സ്ഥിരതയാണ് വേണ്ടത്. ഒരു നേന്ത്രക്കൊല വിറ്റ് കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് 50 രൂപ ഒരു കൃഷിക്കാരന് കിട്ടുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ താഴെ പോകാൻ പാടില്ല. അതിന് വേണ്ട സംവിധാനം ഗവൺമെൻറ് ഒരുക്കുകയാണെങ്കിൽ എല്ലാവരും കൃഷി ചെയ്യും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു ദിവസം എത്ര ലോഡാണ് നേന്ത്രക്കൊലകൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു കൃഷിക്കാരനൊരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കൊലയുണ്ട്, അത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അയ്യോ സാധനമുണ്ട്. അവർ പറയുന്നൊരു കാരണം, നമുക്ക് സ്ഥിരമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വരുന്ന വണ്ടിക്കാരാണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തു അവരുടെ നിന്ന് സാധനം എടുക്കുന്നില്ല എങ്കിൽ അവർ പിന്നെ സാധനം തരത്തില്ല, ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എടുക്കാൻ നിർവാഹമില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ സ്വന്തം ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കുറച്ച് വാഴ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കർണാടകത്തിൽ. അപ്പം അവിടെ നഴ്സറി ഉണ്ട്. അപ്പം വരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് കൊല കൊണ്ടുവരും. ഒരു 15ഓളം കൊല കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ തൊട്ട് വരുന്ന റൂട്ടിൽ കൂടെയൊക്കെ ചോദിച്ചു. ആരും എടുക്കാൻ താല്പര്യം കാണിച്ചില്ല. അയ്യോ വേണ്ട, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം വിലയിലാണ് വേരിയേഷനാണ്. ഞങ്ങൾ നാടൻ കൊല എടുക്കുന്ന ഇത്ര റേറ്റിനാണ്. അത് കഴിഞ്ഞ് കുറച്ച് എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അടുത്തുള്ള ടൗണിലൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പരിചയമുള്ള ആൾക്കാരായത് കാരണം അത് നോ എന്ന് പറയാൻ പറ്റാത്ത കാരണം 1-2 കൊലയൊക്കെ എടുത്ത് അത് ഞാൻ വിറ്റഴിച്ചു. ഇതാണ് കൃഷിക്കാരൻ്റെ അവസ്ഥ. അപ്പോൾ ഒരു ലോക്കൽ ഒരു ടൗണിൻ്റെ അടുത്തുള്ള ഒരു 100 വാഴ കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു 3-4 കൊല കുത്തിക്കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ മാർക്കറ്റിലുള്ള ടൗണിലുള്ള കടക്കാർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവൻ ചിലപ്പോൾ ഒരു 100-200 രൂപ വണ്ടിക്ക് വാടക കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരെടുക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര നഷ്ടത്തിലേക്കായിരിക്കും പോകുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് നഷ്ടം വന്നില്ല, കാരണം എനിക്ക് സ്വന്തം വണ്ടിയുണ്ട്. അപ്പോൾ ഞാനങ്ങ് വന്ന വഴി എല്ലാം ഇങ്ങനെ ചെയ്ത കാരണം എനിക്ക് നഷ്ടം വന്നില്ല. അവസാനം ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, പിന്നീട് ഞാനിത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനിത് പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിച്ചിട്ട് നമ്മുടെ ഫാമിലൂടെ അത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഞാനത് കൈകാര്യം ചെയ്തു. അപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം വിപണനം ചെയ്യാനുള്ള സാഹചര്യങ്ങളോ അതിന് സൗകര്യങ്ങളില്ല. ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ഈ സബ്സിഡി ഒന്നും കൊടുക്കാതെ വിലസ്ഥിരത കൊടുത്തുകൊണ്ട് ഓരോ പഞ്ചായത്തിൻ്റെ കീഴിൽ ഓരോ ഇത്രത്ര സംഭരണ വിതരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ട് കൃഷിക്കാരെ സഹായിക്കുകയാണ്. അത് വേണമെങ്കിൽ അതാത് പ്രദേശത്തുള്ള സ്വാശ്രയ സംഘങ്ങളൊക്കെ ഇപ്പോൾ ധാരാളമുണ്ട്, അവരെ കേൾപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഏത് പച്ചക്കറി ആയിക്കോട്ടെ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ അവനെപ്പോഴും വിലയല്ല പ്രശ്നം, നല്ല സാധനം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ലഭിക്കാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളൊക്കെ
നമ്മുടെ നാട്ടിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ എടുക്കാതെ വരുമ്പോൾ അവർ ആ കൃഷിയുമായിട്ട് ബന്ധം ഇല്ലാതായി പോവുകയാണ്. അവരത് കൃഷി ചെയ്യുകയില്ല. അത് കഴിഞ്ഞ വർഷം നേന്ത്രക്കുഴയ്ക്ക് നല്ല വിലയുണ്ടായിരുന്നു, അതുകൊണ്ട് പലരും കൃഷി ചെയ്തു. ഈ വർഷം വന്നപ്പം ഇതുപോലെ വിലയായി, അപ്പോൾ അടുത്ത വർഷം ആരും കൃഷി ചെയ്യില്ല. വയനാട്ടിലുള്ളൊരു കൃഷിക്കാരൻ എന്നോട് പറഞ്ഞത് 10,000 വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്തു കൂടിയാണ് പറഞ്ഞ്, ഓരോ പ്രാവശ്യം 10 ടണ്ണ് 15 ടണ്ണ് കൊല കയറ്റിക്കൊണ്ട് പോകും, 14 രൂപ വെച്ചാൽ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വാഴ കൃഷി ചെയ്തിട്ട് 1 കിലോയ്ക്ക് 14 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ കൃഷിക്കാരൻ്റെ അവസ്ഥ എന്താണ്? ഈ സാധനം ഇവിടെ ചിലവാകാതെ പോകുന്നില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വാഴ കൊല ഇവിടെ പഴുത്ത് നശിച്ചു പോകുന്നില്ല. അതോടൊപ്പം നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി പുറത്തുനിന്ന് വന്ന് ഇവിടെ വിപണനം ചെയ്യപ്പെടുന്നു. അതിനൊരു സംവിധാനം ഒരുക്കുക, നമ്മുടെ നാട്ടിലുള്ള കൃഷിക്കാരെ രക്ഷിക്കുക. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്ത് ആ പൈസ മുഴുവൻ തമിഴ്നാട്ടിലേക്ക് കർണാടകത്തിലേക്ക് പോവാണ്. അവർക്കും വേണം, അവിടെ അവരുടെ ഉപജീവന മാർഗമാണ്, അവർക്ക് കിട്ടണം. അതോടൊപ്പം നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനങ്ങളുടെ ഗവൺമെൻറ്റുകൾ തലത്തിൽ ഒരുക്കേണ്ടതാണ്. നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രാവർത്തികമാക്കണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു 500 വാഴയോ അല്ല കുറച്ച് പയറോ ഇട്ട ഒരു കൃഷിക്കാരൻ്റെ അവസ്ഥ, അവൻ ഇത് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ നമ്മുടെ നാട്ടിലേക്കാണ് രണ്ടാമത് റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വിറ്റ് അതിൻ്റെ പണം ഇവിടെ വന്നു അവൻ്റെ കുടുംബത്തിലേക്ക് അയക്കുക, തുണിത്തരങ്ങളായിക്കോട്ടെ മറ്റുള്ള വസ്തുക്കളായിക്കോട്ടെ, അതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ആ പണം പുനരുപയോഗം ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ തന്നെ. അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് വന്നാലേ നാട്ടിൽ പണലഭ്യത കൂടുകയുള്ളൂ. ഇത് നമ്മളിവിടെ ശമ്പളം കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പൈസ എല്ലാം കിട്ടി നമ്മൾ പർച്ചേസ് ചെയ്ത് പൈസ മുഴുവൻ അന്യ സംസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ ഹിന്ദിക്കാരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അവർ പണിയെടുത്ത് ആ പൈസ മുഴുവൻ അവർ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ പണം കംപ്ലീറ്റ് സമ്പാദിക്കുന്ന പൈസ കംപ്ലീറ്റ് അന്യ സ്റ്റേറ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു തടയിടേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത് ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ വ്യാപാരി സമൂഹത്തിൻ്റെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാനൊരു വ്യാപാരി സംഘടനയുടെ പ്രതിനിധിയാണ്. ഞാൻ സംഘടനാ പ്രതിനിധികളൊക്കെ ഞാൻ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അവർ കൈമലർത്തുക. അവർ വിചാരിച്ചാലും ഇതിന് കുറേയൊക്കെ നമുക്ക് അറുതി വരുത്താൻ പറ്റും. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന സാധനങ്ങൾ അവർ സംഭരിക്കാനും 10 രൂപ കൂട്ടി അവർക്ക് എടുക്കാൻ പറ്റും. അത് സംഭരിച്ച് അത് മാർക്കറ്റ് ചെയ്യാനും അവർക്ക് പറ്റും. അതിനുള്ള സംവിധാനം അവരും കൂടെ ശ്രമിച്ചാൽ നടക്കുന്നതാണെന്നാണ് എൻ്റെ ബോധ്യം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും വ്യാപാരി സമൂഹത്തിൻ്റെ ഭാഗത്തും ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥനയും അപേക്ഷയും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെ പയ്യന്നൂർ ബ്ലോക്കിൻ്റെയൊക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ അവാർഡുകളൊക്കെ വാങ്ങിയ ഒരു കൃഷിക്കാരനാണ് അമ്പാട്ട് ഏലിയാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അദ്ദേഹം ജീവനൊടുക്കിയ അവസാനം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള പൈസ കിട്ടിയില്ലെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനെപ്പറ്റിയൊന്നും നമുക്കറിയത്തില്ല. അതിൻ്റെ സാഹചര്യത്തിലേക്ക് എങ്ങനെ പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് എന്തുകൊണ്ടെന്നാൽ അയാൾക്ക് കൃഷി ചെയ്ത് കിട്ടുമ്പോൾ അതിനകത്ത് ആ വരുമാനം ഉണ്ടെങ്കിൽ ഈ അവസ്ഥ വരത്തില്ല. ഞാനൊക്കെ അറിയുന്നൊരു വ്യക്തിയാണ്, ധാരാളം കൃഷി ചെയ്യുന്നതാണ്, ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നതാണ്. ഇത്രയും കൃഷി ചെയ്തിട്ട് ആ കൃഷിക്കാരന് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടെങ്കിൽ ഈ അവസ്ഥയിലേക്ക് പോകത്തില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഗവൺമെൻറ് സബ്സിഡി കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന് അത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ കൃഷി ലാഭകരമല്ല എന്നുള്ളതാണ് തെളിവ്. അങ്ങനെ പല കൃഷിക്കാരും നമുക്കറിയാം, അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കാർഷിക മേഖല ഏറ്റവും തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് കാട്ടുമൃഗശല്യം. ഇപ്പം നമ്മുടെ ഇവിടെ നാട്ടിൽ മയിലുകൾ പച്ചക്കറി നട്ടാൽ മുഴുവൻ കൊത്തി തിന്നുക, കപ്പ വരെ മാന്തി തിന്നും. കുരങ്ങ് കപ്പയൊക്കെ പറിച്ചുകൊണ്ട് പോകും, നാളികേരം ഒന്നും കിട്ടുന്നില്ല, ആ മേലെ കയറി മുഴുവൻ പറിച്ച് തിന്നുക, വെള്ളം കുടിച്ചിട്ട് അവൻ ചാടിയിടുക. എലി, പിന്നെ ആന, പന്നി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നയങ്ങൾ രൂപീകരിക്കേണ്ടത് നമ്മുടെ കൃഷിക്കാർക്ക് വേണ്ടിയായിരിക്കണം. കൃഷിക്കാരന് എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലുള്ള മൃഗങ്ങളെല്ലാം അത് നാട്ടുമൃഗങ്ങളാണ്, അത് കാട്ടുമൃഗങ്ങളല്ല. അതിനെ തുരത്താനും അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരം നമ്മുടെ കൃഷിക്കാരന് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പന്നിയെ പിടിച്ചു കഴിഞ്ഞാൽ അന്നേരം ഫോറസ്റ്റുകാർ ചാടി വന്ന് അവന് ഇല്ലാത്ത വകുപ്പ് മുഴുവൻ ചുമത്തി അവനെ അകത്താക്കും. ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അവൻ നാളെ കയ്യും വീശി നടക്കും.
അത് എല്ലാവരും ചിന്തിക്കണം. ശരിയായ രീതിയിൽ അതിനുള്ള ഒരു നയങ്ങൾ രൂപീകരിക്കണം. കൃഷിക്കാരന് അനുകൂലമായ നയങ്ങൾ രൂപീകരിക്കണം. നമുക്കറിയാം, നാട്ടിൽ ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്തില്ലെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും എനിക്ക് മാസം 50,000 ശമ്പളമുണ്ട്, 1,00,000 രൂപ ശമ്പളമുണ്ട്, എനിക്ക് കൃഷി ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റും. ഇത് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആണ് നമ്മൾ ഇത് വാങ്ങി ഉപയോഗിക്കുന്നത്. അതിന് വേറെ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ കൃഷിക്കാരനെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ അയാളുടെ മെച്ചം നമ്മുടെ ആരോഗ്യം കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ അവർ കൃഷി ചെയ്യുന്ന അതേപോലെ അമിതമായ രാസവള പ്രയോഗങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാൻ ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ സഞ്ചരിക്കാറുണ്ട്, നമ്മൾ ഫാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ഒരു ദിവസം ഒരു വളക്കടയിൽ, ഫെർട്ടിലൈസർ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ എങ്ങനെ മരുന്നുകൾ അലമാരി ഇരിക്കുന്നുവോ അതുപോലെയാണ് അവിടെ ഈ കീടനാശിനി ഇരിക്കുന്നത്. ഏത് ആണ് നമ്മളത് അവിടെ ഈ BSc കെമിസ്ട്രി കഴിഞ്ഞ ആൾക്കാരാണ് അവിടെ ഈ ഇത് ചെയ്യുന്നത്. അവർ അതിന് കൃത്യമായ മരുന്നുകൾ കൊടുക്കുന്നു. അവിടെയൊക്കെ ചിലതൊക്കെ ആണെങ്കിൽ രോഗങ്ങൾ വന്ന് അത് മാറിയിട്ട് മാത്രം പൈസ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള വിഷങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഇതിലേക്ക് ഉപയോഗിക്കുന്നു. അതാണ് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് നമുക്ക് രോഗം കൊടുക്കുന്നത്. എന്തുകൊണ്ട് കോവിഡിൻ്റെ സമയത്ത് നമുക്ക് രോഗങ്ങളില്ല, ആശുപത്രികളിലേക്ക് ആരും പോകുന്നില്ല, ആർക്കും ജലദോഷം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ചുമയോ പനിയോ എന്തുകൊണ്ട് നമ്മളന്ന് എനിക്കറിയാം. നമ്മുടെ ഫാമിൽ തന്നെ കപ്പത്തടി ഞാനൊരു 2-3 ലോഡ് കപ്പത്തടി കൊണ്ടുവന്നു. അത് ഓരോ ശുപാർശ ചെയ്യാൻ തുടങ്ങി. കാരണം ഒരു 100 ചോദിക്കുന്നതിനൊക്കെ നമ്മൾ 50 കൊടുത്തേ, അത് കൂടുതൽ വേണം, ഒരു കൊടുക്കപ്പ. അപ്പം ആ രീതിയിലേക്ക് മാറിയായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മുടെ സ്വന്തം നമ്മുടെ പുരയിടത്തിൽ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. രോഗങ്ങളില്ലാണ്ടായി. അത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ രോഗങ്ങൾ നമ്മൾ തന്നെ വരുത്തുന്നതാണ്. നമ്മുടെ ഒരു 10 സെൻറ്റ് സ്ഥലം നമ്മൾ കൃഷി ചെയ്യുക, അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല പച്ചക്കറികൾ വാങ്ങി ഉപയോഗിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ നമ്മുടെ ആരോഗ്യം നന്നായിട്ട് വരും, നമ്മുടെ നാട് നന്നാകും. നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ വിറ്റഴിക്കപ്പെടുമ്പോൾ ആ പണം നമ്മുടെ ഇവിടെ ക്രമീകരിക്കപ്പെടും. അപ്പം നമ്മുടെ നാടിന് സമ്പദ് വ്യവസ്ഥയിൽ കുറേ മാറ്റങ്ങളുണ്ടാകും. കൃഷിക്കാരനെ നമ്മൾ അവൻ ഉണർത്താണ്ട് ഈ നാടൊന്നും മുന്നോട്ടും പോകുകയില്ല. എന്ത് വ്യവസായം വന്നാലും നമ്മളത് മുന്നോട്ട് പോകത്തില്ല. കൃഷിക്കാരനാണ് ഈ ഒരു നാടിൻ്റെ നട്ടെല്ല്. അവനെ നമ്മളെപ്പോഴും നമ്മൾ സംരക്ഷിക്കണം. അവൻ്റെ കയ്യിൽ എപ്പോഴും സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണം. കടബാധ്യത പോകാതെ അവനെ സംരക്ഷിക്കുന്ന കടമ നമ്മൾക്ക് മാറി വരുന്ന സർക്കാരുകൾ ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. നമ്മളിപ്പോൾ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും മാനിഫെസ്റ്റോ വരും. അപ്പം കൃഷിക്കാരന് ഇപ്പോൾ റബ്ബറിന് 250 രൂപ, 300 രൂപ, അല്ലെങ്കിൽ നാളികേരത്തിന് ഇത്ര രൂപ എന്നൊക്കെ പറയും. പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാകത്തില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നെൽകൃഷി, എനിക്ക് നെൽകൃഷിയുണ്ട്, 50 സെൻറ്റ് നെൽകൃഷിയുണ്ട്. 2 വർഷം മുമ്പ് വരെ നെൽകൃഷി അത്യാവശ്യം ലാഭത്തിൽ പോയിരുന്നു, നഷ്ടമില്ലാതെ പോയിരുന്നു. 2 വർഷമായിട്ട് ഫുള്ള് നഷ്ടമാണ്. 50 കെട്ട് പുല്ല് കെട്ടിക്കൊണ്ടിരുന്നിടത്ത് നെല്ലിൻ്റെ കാര്യം നോക്കണ്ട, അത് 22 18 ഈ വർഷം ഞാൻ നിർത്തി. ഒരു കാരണം മുതലാകിയല്ല. ഈ നെല്ലിന് ഗവൺമെൻറ് ഒരു സമയം പറഞ്ഞിട്ടുണ്ട്, അതിന് ഓൺലൈനിൽ അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ആ സമയത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാ കൃഷിക്കാരെ സംബന്ധിച്ച് അത് നടക്കുകയല്ല. അപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കാൻ നിർബന്ധനാവുകയാണ്. 28 രൂപ 30 രൂപ സംഭരണ വില ഉണ്ടെങ്കിൽ നമ്മൾ ആ നെല്ല് പുറത്ത് കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്നത് നമുക്ക് 20 രൂപ താഴെയാണ്. ഇതാണ് കൃഷിക്കാരൻ്റെ അവസ്ഥ. നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ വിപണനത്തിന് ആയി വരുമ്പോഴത്തേക്കും നമുക്കതിന് വില കിട്ടത്തില്ല. അത് എടുക്കാൻ സംവിധാനമുള്ള കുട്ടനാട്ടിലെ കർഷകരെയൊക്കെ നമ്മൾ കണ്ണീര് കാണുന്നതാണ്. അവർക്ക് വേറെ മാർഗമൊന്നുമില്ല, അവർക്ക് കൃഷി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് നമ്മളെല്ലാവരെയും കൃഷിക്കാരൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ എല്ലാവരും ശ്രദ്ധ ചെലുത്തണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഗവൺമെൻറ്റുകളും നമ്മുടെ വ്യാപാരി സമൂഹങ്ങളും കൃഷിക്കാരോട് കുറച്ചും കൂടെ ദയ കാണിക്കണം, അവരുടെ കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി വീണ്ടും കാണുന്നവരെ നമസ്കാരം.